എൻ്റെ പേര് സാജു ലൂയിസ് എന്നാണ്. സെൻറ്റ് ജോർജസ് മിക്സഡ് LP സ്കൂളിൻ്റെ 2009 മുതൽ മാനേജരായിട്ട് സ്കൂളിൻ്റെ അഭിവൃദ്ധിക്കായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഈ സെൻറ്റ് ജോർജ് സ്കൂളിൻ്റെ അല്ലെങ്കിൽ പുഴങ്കാവ് സ്കൂളിൻ്റെ 4ാമത്തെ തലമുറ 1920 എഴുത്തുപള്ളിക്കൂടമായിട്ട് തുടങ്ങിയ ഈ സ്കൂള് 26 ബ്രിട്ടീഷുകാരുടെ കാലത്ത് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ രജിസ്ട്രേഷൻ, അതായത് അംഗീകാരം കിട്ടി ഒരു സ്കൂളായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ അറുമാഷാണ് ഈ സ്ഥാപനം തുടങ്ങാൻ കാരണക്കാരനായത്. അദ്ദേഹവും കരുണാകര പണിക്കർ, നമ്മൾ ഇവിടെ മുമ്പ് ജോലി ചെയ്തിരുന്ന രാധ ടീച്ചറുടെ അച്ഛൻ, ആ കാലത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. എൻ്റെ ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെയായിരുന്നു. 1955 അദ്ദേഹം മരണപ്പെട്ടത്. അതിനുശേഷം ഇവിടെ തന്നെ ടീച്ചറായിരുന്ന അന്നമ്മ ടീച്ചർ ആയിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടും മാനേജറായിട്ടും ജോലി ചെയ്തിരുന്നത്. അന്നത്തെ കാലം മുതൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മയിൽ ഓലമേഞ്ഞ കല്ലുകൊണ്ട് കെട്ടിയ തൂണ് കെട്ടിയ ഷെഡ് സ്കൂള് ആയിട്ട് നമ്മൾ കണ്ടിരുന്നത്. അതിൻ്റെ കിഴക്കുവശത്താണ് ഞാനിപ്പോൾ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനുശേഷം 2008-2009 ഈ മുൻവശത്ത് കാണുന്ന പുതിയ ബ്ലോക്ക് നമ്മൾ പണി തീർത്തത്. അത് ലൂയിസ് മാഷ്, അതായത് എൻ്റെ ഫാദർ വാറു മാഷയും അന്നമ്മ ടീച്ചറുടെയും 2ാമത്തെ മകൻ, അദ്ദേഹമായിരുന്നു ആ സമയത്ത് മാനേജർ. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആശയമായിരുന്നു ഇത് 3 നിലയുള്ള ബിൽഡിങ് ആക്കണം എന്നുള്ളത്. എന്തായാലും 2019-20 ഞാൻ ആ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് ഇതിൻ്റെ മേൽത്തട്ട് 2ാം നില പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് നമ്മൾ 2020-21 നമ്മുടെ പഴയ ബിൽഡിങ് എല്ലാ മരത്തിൻ്റെ നിർമ്മിതികളും മാറ്റി അത് ഇരുമ്പിൽ പഴയ ഓട് തന്നെ തിരിച്ചു വെച്ചിട്ട് പഴയ മോഡലിൽ നമ്മൾ ഹൈറ്റ് കൂട്ടി അതിന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് അത് ചുറ്റും ഇതുപോലെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഇന്ന് കാണുന്ന വിധത്തിൽ നമ്മൾ രൂപപ്പെട്ടത്. കൂടാതെ എടുത്തു പറയാവുന്ന ഒരു സവിശേഷത, നമ്മുടെ 4 ചുറ്റും മതിൽ കെട്ടി കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ വിധത്തിൽ നമ്മളിതിനെ സംരക്ഷിച്ചു. അപ്പോൾ അത് ഈ മതിലും കൂടി വന്നതോടുകൂടി നമ്മളുടെ കെട്ടും മട്ടും മുഖച്ഛായ മൊത്തത്തിൽ മാറി എന്ന് തന്നെ പറയാം. ഇപ്പോൾ അതിലെ ഏറ്റവും ഒടുവിലാണ് മുൻവശത്തുള്ള ഗ്രില്ല് മതിലും ബാക്കിയുള്ളതും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. നമ്മളിപ്പോൾ ഈ 1926 റെക്കഗ്നേഷൻ കിട്ടിയതിൻ്റെ 100ാം വർഷമായിട്ട് അടുത്ത കൊല്ലം ഇപ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി 14-15 ദിവസങ്ങളിൽ 99ാം വാർഷികം ആഘോഷിക്കുകയാണ്. 14ാം തീയതി 15ാം തീയതി നമ്മളുടെ 100ാം വർഷം, ഒരു നൂറ്റാണ്ട് തികഞ്ഞതിൻ്റെ ആഘോഷം, ഒരു കൊല്ലത്തെ ആഘോഷം തുടങ്ങാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടുകാരുടെ വലിയൊരു ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എത്രയും നല്ല രീതിയിൽ നമ്മുടെ സ്കൂളിൻ്റെ 100ാം വർഷം ആഘോഷിക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ വലിയൊരു സംഘം ഇതിൻ്റെ പിന്നിൽ നമ്മോടൊത്തുണ്ട്. നമ്മളുടെ 100ാം വാർഷിക ആഘോഷം, ഒരു കൊല്ലത്തേക്ക് നീണ്ടു നിൽക്കുന്ന നമ്മുടെ വാർഷിക ആഘോഷം നടത്താനുള്ള പരിപാടി ഉദ്ഘാടനം നടക്കുകയാണ്. 2 ദിവസങ്ങളിലേക്കും നിങ്ങളെല്ലാവരെയും ഹാർദമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ക്ഷണിക്കുകയാണ്. എല്ലാവരും വരണം, സഹകരിക്കണം, വിജയിപ്പിക്കണം. നന്ദി, നമസ്കാരം.